നമസ്കാരം, മായാസ് കിച്ചൺ സീക്രട്സിലേക്ക് സ്വാഗതം. ഇന്നും കടല കൊണ്ടുള്ളൊരു വിഭവമാണ് ഞാൻ ഉണ്ടാക്കുന്നത്. കടലപ്പിടി. അധികമാരും കേട്ടിട്ടുണ്ടാവില്ല അല്ലേ ഈ പേര്. ഇഡ്ഡലിയും ദോശയും ഒക്കെ കഴിച്ച് മടുത്തുവെങ്കിൽ ബ്രേക്ക്ഫാസ്റ്റായി കടലപ്പിടി ഉണ്ടാക്കി നോക്കൂ. ഒരു ചേഞ്ചുമായിക്കോട്ടെ. എൻ്റെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ ചെയ്യുമല്ലോ. സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ ആ ബെല്ലൈക്കണും കൂടി ഒന്ന് പ്രസ് ചെയ്യാൻ മറക്കല്ലേ. വറുത്തരയ്ക്കുവാനായി തേങ്ങ, ചുവന്നുള്ളി, കറിവേപ്പില, മുളക് പൊടി, മല്ലിപ്പൊടി, ആവശ്യത്തിന് ഉപ്പ്, മഞ്ഞൾ എന്നിവയും അവസാനം വഴറ്റിയിടുന്നതിനായി 2-3 വറ്റൽമുളകും കരുതുക. 1 കപ്പ് അരിപ്പൊടി, ഇടിയപ്പത്തിന്റെ പൊടിയാണ് ഉപയോഗിച്ചിരിക്കുന്നത്. തീരെ തരിയില്ലാത്ത ഇടിയപ്പത്തിന്റെ പൊടി, അതാണ് എടുത്തിരിക്കുന്നത്. 1 കപ്പ് കടലയാണ് പിടി ഉണ്ടാക്കുന്നതിനായി എടുക്കുന്നത്. ഇത് നേരത്തെ തന്നെ വെള്ളത്തിലിട്ട് ബോയിൽ ചെയ്ത് വെക്കണം. അപ്പോൾ 1 കപ്പ് കുക്ക്ഡ് കടലയാണ് ഇതിനായി യൂസ് ചെയ്യുന്നത്. കൂടാതെ പിടി ഉണ്ടാക്കുവാനായി ആവശ്യത്തിന് വെള്ളവും, പിടിക്ക് കുഴയ്ക്കുവാനായി വെള്ളം നന്നായി തിളയ്ക്കണം. വെള്ളം തിളച്ചു ഗ്യാസ് ഓഫ് ചെയ്യാം. അരിപ്പൊടിയിൽ ആവശ്യത്തിന് ഉപ്പിടുക. തിളച്ച വെള്ളം ഇതിലേക്ക് ഒഴിക്കാം. ഉടനെ കുഴയ്ക്കാൻ പറ്റുകയില്ല, ചൂടായതുകൊണ്ട്. എന്നാലും ഒന്ന് ഇളക്കി വെക്കാം. ഫോർക്ക് കൊണ്ട് മാവ് എല്ലായിടത്തും എത്തത്തക്കവണ്ണം ഒന്ന് നനച്ചു വെക്കുക. മാവിൻ്റെ കൺസിസ്റ്റൻസി നോക്കിയിട്ട് വെള്ളം ആഡ് ചെയ്യുക. ഇനി ഫോർക്ക് മാറ്റി കൈകൊണ്ട് കുഴയ്ക്കാം. മാവിൻ്റെ കൺസിസ്റ്റൻസി പാകമായി. ഇതിന് നല്ല മയമുണ്ട്. ഇതിലേക്ക് കടലപ്പിടിയല്ലേ, കുറച്ച് കടല കൂടെ പൊടിച്ച് ചേർക്കാം. ഉപ്പിട്ട് പുഴുങ്ങിയ കടലയാണിത്. ഇതിൽ നിന്നും കുറച്ച് കടല എടുത്ത് നമുക്ക് പൊടിക്കാം. ഓൾറെഡി കുക്ക്ഡായ കടലയായതുകൊണ്ട് മിക്സിയിൽ ഒരു 2-3 സെക്കൻഡ് കൊണ്ട് ഗ്രൈൻഡ് ചെയ്ത് കിട്ടും. ഒരുപാട് പൊടിയാകണ്ട, ഇതുപോലെ ഒന്ന് അരിഞ്ഞു കിട്ടിയാൽ മതി. കടലപ്പൊടി ചേർക്കാം. എല്ലാം കൂടി മിക്സ് ചെയ്ത് പിടി ഉണ്ടാക്കാം. മാവ് ചെറിയ ഉരുളകളാക്കാം. പിടി കുറച്ചുകൂടെ ചെറുതാകുന്നതായിരിക്കും നല്ലത്. പക്ഷെ സമയം കൂടുതൽ എടുക്കുമെന്നുള്ളത് കൊണ്ട് കുറച്ച് വലുതാക്കി ഉരുട്ടി. നമുക്ക് തേങ്ങയും മസാലകളും ഒക്കെ വറക്കാം. ഇനി ഉള്ളി ചേർക്കാം. ഉള്ളി ചെറുതായിട്ടൊന്ന് നുറുക്കിയിട്ടുണ്ട്. ഇപ്പോൾ തന്നെ കറിവേപ്പിലയും ചേർക്കാം. ഇപ്പോൾ തേങ്ങ ഒരുവിധം മൂത്തു. ഇനി ഇതിലേക്ക് സ്പൈസസ് ഒക്കെ ആഡ് ചെയ്യാം. മുളക് പൊടി, മല്ലിപ്പൊടി, മഞ്ഞൾ, അല്പം ഉപ്പ് ആഡ് ചെയ്യാം. ഇപ്പോൾ പാകത്തിന് മൂത്തു. ഇനി ഗ്യാസ് ഓഫ് ചെയ്ത് തണുക്കാൻ വയ്ക്കാം. തേങ്ങ അരയ്ക്കുമ്പോൾ കുറച്ച് കടല വേവിച്ച വെള്ളവും കൂടെ ചേർത്ത് അരയ്ക്കാം. കുറേ അരിഞ്ഞ തേങ്ങയാണ്. ഇനി കുറച്ച് കടലയുടെ വെള്ളം കൂടെ ചേർത്തതാണ്. ഇനി പിടി വേവിക്കാം. പിടിക്ക് വേണ്ടി 3.5 ഗ്ലാസ് വെള്ളമാണ് എടുത്തത്. ഈ ഗ്ലാസ്സിന് 3.5 ഗ്ലാസ് വെള്ളം. പിടി കുറച്ച് ഗ്രേവിയോട് കൂടി ഉണ്ടാക്കുവാനാണ് ഇത്രയും വെള്ളം ചേർക്കുന്നത്. അല്ലെങ്കിൽ ഇത്ര വെള്ളം ചേർക്കേണ്ട കാര്യമില്ല. വെള്ളം തിളയ്ക്കുമ്പോൾ അതിലും അല്പം ഉപ്പിടുക. മാവ് ഒഴിക്കുമ്പോൾ മാവിലും പിന്നെ തേങ്ങയിലും ഒക്കെ ഉപ്പ് ചേർക്കണം. പിടി ഓരോന്നായിട്ട് ഇടാം. പിടിയെല്ലാം ഇട്ട് കഴിയുമ്പോൾ മീഡിയം ഫ്ലെയിമിലാക്കുക. പിടിയൊക്കെ അല്പം വെന്ത് വെള്ളത്തിലൊന്ന് പൊങ്ങി വരുമ്പോഴാണ് നമുക്ക് ഇളക്കേണ്ടത്. ഇനി കടലയും ഇട്ട് കൊടുക്കാം. 15 മിനിറ്റ് കഴിഞ്ഞു. പിടി വെന്തിട്ടുണ്ട്. തിളച്ച വെള്ളത്തിൽ കുഴച്ചതാണല്ലോ, അതുകൊണ്ട് 10 മിനിറ്റൊക്കെ മതി ശരിക്കും കുക്കാകുവാൻ. ഇപ്പോൾ 15 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. ഇനി തേങ്ങ അരപ്പ് ചേർക്കാം. അരപ്പ് ചേർത്ത് കഴിഞ്ഞ് 3-4 മിനിറ്റ് കഴിയുമ്പോൾ ഗ്യാസ് ഓഫ് ചെയ്യാം. ഇതിൽ നന്നായി കുറുകും. ഇരുന്ന് കഴിയുമ്പോൾ കുറുകും. ഇതാണ് കടലപ്പിടി. കടലയും പിടിയും പ്രത്യേകം കിടക്കുന്നത് കണ്ടോ. പിടിയിലേക്ക് അല്പം ചുവന്നുള്ളിയും വറ്റൽമുളകും വറുത്തിടാം. തേങ്ങയുടെ കൂടെ അരയ്ക്കുവാൻ ചെറിയ ഉള്ളി മുഴുവൻ എടുത്തിരുന്നില്ല. ബാക്കി വെച്ച ഉള്ളിയാണിത്. ഗ്യാസ് ഓഫ് ചെയ്യാം. വ്യത്യസ്തമായ വിഭവങ്ങൾ ഇഷ്ടപ്പെടുന്നവർ കടലപ്പിടി ട്രൈ ചെയ്ത് നോക്കുക. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റ്സിലൂടെ അറിയിക്കുക. എൻ്റെ റെസിപ്പി ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് ബട്ടൺ ഒന്ന് പ്രസ് ചെയ്തേക്കണേ.